ഇന്നത്തെ വീഡിയോ നമ്മൾ ദ്വീപുകാർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണല്ലോ യാത്രാ പ്രശ്നം. അതുപോലെ തന്നെ ഇവാക്യുവേഷന് വേണ്ടി പോലും നമ്മൾ പല സമയത്തും കഷ്ടപ്പെടാറുണ്ട്. കൃത്യസമയത്ത് രോഗി മെയിൻലാൻഡിൽ എത്താതെ ട്രീറ്റ്മെൻറ്റ് വൈകുകയും ഈവൻ മരണം വരെ സംഭവിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ അതിനു മുന്നേ നമ്മളെല്ലാവരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ കേസും എല്ലാ രോഗികളും ഇവാക്യുവേഷൻ പോവേണ്ടതുണ്ടോ? കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ മെഡിക്കൽ സയൻസിൽ വന്ന ഏറ്റവും വലിയ മാറ്റമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നേരത്തെ ആണെങ്കിൽ ഒരു 10 ഇയേഴ്സ് അഗോ ഡോക്ടറുടെ വേർഡ്സ് ആയിരുന്നു ഫൈനൽ. ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ രോഗിക്ക് ഡോക്ടർ കുറേ ഓപ്ഷൻസ് കൊടുക്കും. അതിൽ ഏതാണോ നല്ലത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവാക്യുവേഷൻ്റെ കേസുകൾ വരുമ്പോഴും. ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടർ ഒരു ഡയഗ്നോസിസിലെത്തും. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ അവൈലബിൾ ആണോ അവൈലബിൾ അല്ലയോ, അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്തും ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരാണ് ചൂസ് ചെയ്യുന്നത് പോവണോ വേണ്ടയോ എന്ന്. ഇനിയിപ്പോൾ നിർബന്ധമായിട്ടും പോവണം എന്നുള്ള കേസാണെങ്കിൽ ഡോക്ടർ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇവാക്യുവേഷൻ പോകുന്നതിന് മുന്നേ ആസ് പേഷ്യൻറ്റ് ആൻഡ് ബൈസ്റ്റാൻഡർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻറ്റിൻ്റെ വയസ്സാണ്. ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു 80+ അല്ലെങ്കിൽ 90+, അതുപോലെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും പിന്നെ പേഷ്യൻറ്റിൻ്റെ അസുഖം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ പോവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ മനുഷ്യന്മാരായിട്ട് ജനിച്ച എല്ലാവർക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു കാര്യമാണ് മരണം. ഇത് ഞാനൊരു ഡോക്ടറായിട്ടല്ല, നിങ്ങളെല്ലാവരുടെയും ഒരു സഹോദരനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിലും ഞാൻ കണ്ട കേസുകളിലും പിന്നെ അതുപോലെ കുറേ ആൾക്കാരുമായിട്ട് ഇടപഴകി എനിക്ക് കിട്ടിയ നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു രോഗി വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാര്യങ്ങളെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് പറയലുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്, വാപ്പാൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്, പോയാൽ ഇതൊക്കെയാണ് പോസിബിലിറ്റീസ്. ഇപ്പോൾ ഒരു 85 അല്ലെങ്കിൽ 90 ഇയേഴ്സൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, കണ്ടീഷൻ ഭയങ്കര മോശമാണ്. അത്തരം കേസുകളിൽ നമ്മൾ ഇവാക്യുവേഷൻ പോകുന്നത് നമ്മൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയിട്ട് വേണം. അതായത് പോകുന്നത് റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവാക്യുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ കുറേ ആൾക്കാർ 4-5 ആൾക്കാർ ഹോസ്പിറ്റലിൽ വന്നിട്ട് കണ്ടീഷൻ ഭയങ്കര മോശമാണ്. അപ്പോൾ പ്രോപ്പർലി അവരുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ. പിന്നെ പ്രത്യേകിച്ചും ഹെലികോപ്റ്റർ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് ഹൈറ്റിൽ പോകും, ഒരുപാട് സൗണ്ട് ഉണ്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ വെച്ച് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും ഈവൻ മെഡിക്കൽ എസ്കോർട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്താനും ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ആംബുലൻസിൽ പോവുകയും ചെയ്യണം. ഇത്രയും സമയം നമുക്ക് നഷ്ടമാവാണല്ലോ. ഇനിയിപ്പോൾ പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഒരിക്കലും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കണം. അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അസസ് ചെയ്തിട്ട് ഈവൻ ഒരു 51% ചാൻസ് രക്ഷപ്പെടാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ റിസ്ക് എടുക്കണം. ഇനിയിപ്പോൾ 51% ചാൻസ് ഈ രോഗി രക്ഷപ്പെടാതിരിക്കാനാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവാനാണ്, അങ്ങനെയെങ്കിൽ ഇവാക്യുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റഡ് ആകുമ്പോൾ ചിലപ്പോൾ ഈ പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡേഴ്സിനും ആർക്കും പോകണമെന്നുണ്ടാവില്ല. അവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളെല്ലാവർക്കും ഒരു ഏജ് കഴിയുമ്പോൾ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാണ്. ഓക്കെ, ഉമ്മയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, പോയാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ചും ദ്വീപുകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബന്ധുക്കൾ ഒരുപാട് ആൾ കാണാൻ വരും. അപ്പോൾ അവരെ അഭിപ്രായം പറയും, നിങ്ങൾ പോകുന്നില്ലേ, പോയി കാണിച്ചാൽ പോരെ, അങ്ങനെ അഭിപ്രായം പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായം കേട്ടിട്ട് അയ്യോ ഇനിയിപ്പോൾ അവരെന്ത് കരുതും, നമ്മൾ ഉമ്മക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ടാണോ ഉമ്മ ഇങ്ങനെ കിടക്കുന്നത്, ആ ഒരു ഇത് കാരണം മാത്രം ഇവിടുന്ന് ഇവാക്യുവേഷൻ പോകുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് ആഗ്രഹം കാണില്ല, പേഷ്യൻറ്റിന് ആഗ്രഹം കാണില്ല. റീസെൻ്റ്ലി ഒരു 1 month 2 month ago ഒരു ഉമ്മാനെ ഞാൻ വീട്ടിൽ നോക്കാൻ പോയി. ഉമ്മാൻ്റെ കണ്ടീഷൻ ഭയങ്കര ബാഡായി. ഉമ്മ ഏകദേശം 85-90+ ആണ് ഏജ്, ബെഡ് റിഡൺ ആണ്, കുറേ കാലമായി ഈ കിടത്തം തന്നെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോയി വീട്ടിൽ നോക്കി, വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഈവൻ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോലും ഉമ്മാക്ക് ആരോഗ്യം കുറവാണ്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ഇവരുടെ മോൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വന്നിട്ട് പറയാണ്, ഉമ്മാനെ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെയാണ് ഉമ്മാൻ്റെ കണ്ടീഷൻ, ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകൽ റിസ്ക് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ അടുത്ത്, ഇല്ലേ ബന്ധുക്കളൊക്കെ പറയുന്നു നിങ്ങൾ കൊണ്ടുപോയി കാണിക്കാത്തതാണ്, നാട്ടുകാരെങ്ങനെ പറയൂലേ നമ്മൾ ഉമ്മാനെ ചികിത്സിച്ചില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെയാണ്, നാട്ടുകാരുടെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഇപ്പോൾ ഏതൊരു മനുഷ്യൻ, ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും മരണം ഒഴിവാക്കാൻ പറ്റത്തില്ല.
അപ്പം മരിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ മരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? അതുപോലെ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, മെയിൻലാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ പോയിട്ടാണെങ്കിലും അവിടെ ഹോസ്പിറ്റൽ അവർ ഐ സിയിൽ കൊണ്ടുപോകും. ഒന്നോ രണ്ടോ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കയറ്റത്തുള്ളൂ, ആർക്കും കാണാനും പറ്റത്തില്ല. ഇവ മരണം സംഭവിച്ചാൽ തന്നെ എവിടെയെങ്കിലും നമ്മൾ ആൾക്കാർ കുറവായിരിക്കും, ഇവ മയ്യത്തടക്കാൻ പോലെ ആൾക്കാർ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എൽഡർലി കേസിലാണ്, നമ്മൾ റിസ്ക് കുറച്ചെടുക്കേണ്ട കേസാണ്. ഇനിയിപ്പോൾ ഒരു യങ് ഏജ് ആണെങ്കിൽ ഈവൻ ഒരു 40% ചാൻസ് ഉണ്ടെങ്കിൽ പോലും, അതായത് 40-45 വയസ്സേ ഉള്ളൂ, അങ്ങനെയെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിസ്ക് എടുക്കണം. എനിക്കൊരു 3 വർഷം മുന്നേ വന്ന ഒരു കേസാണ്. ഇപ്പോൾ ഒരു 42 ഇയറേ ഉള്ളൂ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടായിരുന്നു. അപ്പോൾ ഒരു സ്ട്രോക്ക് ആയിട്ട് വന്നു. അപ്പോൾ സ്ട്രോക്ക് അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നിട്ട് വരുന്നതാണല്ലോ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ രണ്ടാവും. ഒന്ന് ബ്രെയിനിനകത്ത് ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് ആവാം, അത് നമ്മൾ ഐ സി ബ്ലീഡ് അല്ലെങ്കിൽ ഇൻട്രാക്രൈനിയൽ ബ്ലീഡ്, അതാ പറയാം. രണ്ടാമത്തേത് ക്ലോട്ടാണ്, ഈ കൊളസ്ട്രോളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പതിയെ പതിയെ വരുന്നത്. അതായത് ആ ഒരു വീക്ക്നെസ് നമുക്ക് ഗ്രാജുവൽ ആയിരിക്കും, ചെറിയൊരു ഓവർ 5 to 6 hours പ്രോഗ്രഷൻ വരുന്നത്. ഇനിയിപ്പോൾ ബ്ലീഡ് ആണെങ്കിൽ നമുക്ക് സഡൻലി പെട്ടെന്ന് ഇരിക്കുന്ന ഒരാൾ ബോധം കെട്ട് വീഴുന്നു, ഒരു ഭാഗം ചലിപ്പിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഓർമ്മക്കുറവുണ്ട്, അങ്ങനെയൊക്കെ ഒരു പ്രസൻറ്റേഷനാണ്. ഇപ്പോൾ ഈ ഒരു 42-year-old മെയിൽ പ്രസൻറ്റേഷൻ നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ ഫുള്ള് ഐ സി ബ്ലീഡിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു. അതായത് തലക്കകത്ത് ബ്ലീഡിംഗ് ഉള്ള പ്രസൻറ്റേഷൻ, ഒരു അക്യൂട്ട് ഓൺസെറ്റ്. അദ്ദേഹം എവിടെയോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് ഇങ്ങനെ വീണത്. പിന്നെ ഒട്ടും ഓർമ്മയൊന്നുമില്ല, ഭയങ്കര സിക്ക് ലുക്കിംഗ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ റിസ്ക് എടുക്കണം, തീർച്ചയായിട്ടും റിസ്ക് എടുക്കണം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇത്തരം നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോവാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അന്ന് രാത്രി തന്നെ പെട്ടെന്ന് ഇവാക്വേഷൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കി രാവിലെ 6 മണിയാകുമ്പോൾ ഹെലികോപ്റ്റർ വന്നു, ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി അൽഹംദുലില്ലാ ആ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അദ്ദേഹം രക്ഷപ്പെടും. ഇന്നും ഹെൽത്തിയാണ്. ഇപ്പോഴും അദ്ദേഹം നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലിയും പണ്ടെടുത്തുകൊണ്ട് പോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഹെൽത്തിയാണ്. വഴി നിന്നൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു സന്തോഷം എൻ്റെ മനസ്സിലും തോന്നലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഏത് കേസ് വന്നാലും, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് ആയാലും ബൈസ്റ്റാൻഡർ ആയാലും ഡോക്ടർ ആയാലും റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കണം. റിസ്ക്കാണ് നമുക്ക് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ ബെനിഫിറ്റാണ് കൂടുതലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ റിസ്ക് എടുക്കുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. ഇനിയിപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നിങ്ങളാണെങ്കിൽ നാളെ ആ സ്ഥാനത്ത് ഞാനായിരിക്കാം. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് നല്ല വിശ്വാസമുള്ള, ഓക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയൂ എന്നുള്ള 1-2 ആൾക്കാരോട് നമ്മൾ അഭിപ്രായം ചോദിക്കണം. ഒരുപാട് ആൾക്കാരോട് ചോദിക്കരുത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് നമുക്ക് തന്നെ കൺഫ്യൂഷനാവും. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള 1-2 ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. പ്രത്യേകിച്ചും നമ്മളെ ഹെൽത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആലോചിച്ച് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഓക്കെ, താങ്ക് യു.